ഇന്നത്തെ പരിപാടി മൊത്തത്തിൽ നിങ്ങൾ എന്താണ് പറഞ്ഞു വെച്ചത്? എന്താണ് നിങ്ങൾ ഉദ്ദേശിച്ചത്? എന്താണ് അത് നിങ്ങൾ പറഞ്ഞില്ല. അസ്കർലി ഫൈസിനെ ഉസ്താദിനെ ഒഴിവാക്കിയുള്ള കാരണം ചോദിച്ചിട്ട് നിങ്ങൾ പറഞ്ഞിട്ടില്ല. അത് എല്ലാ വർഷവും ഒഴിവാക്കണ മാതിരി ഒഴിവാക്കി എന്നാ പറഞ്ഞത്. നിങ്ങളെ എന്താ പറയുക, സുഹാബികളും മൂരികളും അല്ലല്ലോ പറഞ്ഞത്. മറ്റേ കന്നുകാലിന്ന് വിളിച്ച് മറ്റേ സാദിഖ് അലി തങ്ങളെ അതുകൊണ്ടാണ് ഒഴിവാക്കിയെന്നാണല്ലോ പറഞ്ഞു പ്രചരിപ്പിച്ചിരുന്നത്. എൻ്റെ വിട്ടങ്ങൾ ഒരു സമസ്ത മുഷാവറയെ 11 ആൾ വേണമെന്ന് പറഞ്ഞിട്ട് 10 ആളെ നിലനിർത്തിയ ഒരാളെ നിങ്ങൾ ഒഴിവാക്കിയത്. പിന്നെ നിങ്ങളത് തേക്കാനും വേണ്ടി പിന്നെ ആളെടുത്തിക്കുകയാണ്. അപ്പം അതാ പറയണത്. ഞാൻ സമസ്ത തീരുമാനിക്കട്ടെ. മുഷാവറ തീരുമാനം അംഗീകരിക്കുന്നല്ല നിങ്ങൾ പറഞ്ഞത്. തീരുമാനം പറ്റ നമ്മൾ നോക്കുക, ആരാണ് മുഷാവറ തീരുമാനിച്ചിട്ട് അംഗീകരിക്കുന്ന ആളുകളെന്ന് നമ്മൾ നോക്കുക. ജാമ്യക്കെതിരെ മരവിപ്പിക്കണ പരിപാടിയോ കമ്മിറ്റി പിരിച്ചു വിടുന്ന പരിപാടിയോ ഇത് വരുമ്പോൾ നമ്മൾ നോക്കുക, നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ ഇല്ലെന്നുള്ളത്. അപ്പം നിങ്ങളെ തനി നിറം മനസ്സിലാവും. 89 ആവർത്തിക്കുന്നത് ആരാണെന്നുള്ളത് ശരിക്കും നിങ്ങൾ നോക്കിയാൽ മതി. ഓണംപള്ളി പ്രസംഗിച്ചത് മൂപ്പര് പിന്നെ പറയണത് 3 കൊല്ലം മുമ്പ് തുടങ്ങിയ പ്രശ്നമാണ്, ഇത് തീർക്കാൻ കഴിഞ്ഞിട്ടില്ല. ആരാണ് അംഗീകരിക്കാത്തത്? ആരാണ് തീർക്കാത്തത്? ആരാണ് സമസ്തൻ്റെ കീഴിൽ സമസ്തൻ്റെ നിലപാടിനും മുഷാവറ തീരുമാനത്തിനും അനുകൂലമായിട്ട് നിൽക്കാത്തത്? എന്താണ് പ്രശ്നം? 3 കൊല്ലം തുടങ്ങി നിങ്ങൾ പറഞ്ഞല്ലോ. എന്താണ് പ്രശ്നം? അതിങ്ങോട്ട് പറയും. നിങ്ങൾക്ക് എന്താ പേടി പറയാന്? സമസ്ത മുഷാവറ തീരുമാനം ഞങ്ങൾ അംഗീകരിക്കും, ഞങ്ങൾ സുഹാബികളല്ല, ഞങ്ങളെ നെഞ്ച് വേദനിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തിനാണ് നിങ്ങൾക്ക് നെഞ്ച് വേദനിക്കണത്? എന്തിനാണ് നിങ്ങളെ സുഹാബി എന്ന് വിളിക്കുന്നത്? സമസ്ത മുഷാവറയുടെ തീരുമാനം അംഗീകരിക്കുന്ന ഒരു കൂട്ടരും അത് അംഗീകരിക്കാത്ത ഈ ലീഗിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു കൂട്ടരും. അതുകൊണ്ടാണ് നിങ്ങളെ സുഹാബികൾ എന്ന് വിളിക്കുന്നത്. നിങ്ങൾ ആ പ്രവർത്തനം ചെയ്തുകൊണ്ടാണ്. അത് ഞങ്ങൾക്കല്ല വേച്ചത്, നിങ്ങൾക്കാണ്. നിങ്ങൾ ചിന്തിക്കുക, സുഹാബി എന്ന് വിളിക്കണമെങ്കിൽ നിങ്ങൾക്ക് വേദന ഉണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിക്കുക, എവിടെയാണ് നിങ്ങൾക്ക് പേച്ചത്? അല്ലെങ്കിൽ നിങ്ങൾ പറയണം സമസ്തക്ക് ആദർശം തെറ്റിയെന്ന് പറയണോ? അത് നിങ്ങൾ പറയണില്ല. നിങ്ങൾ പറയണേ ഞങ്ങൾ സമസ്തയെ അംഗീകരിക്കുന്നവരാണെന്ന്. എന്നിട്ട് സമസ്ത തീരുമാനങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? നിങ്ങൾ അംഗീകരിക്കണില്ല. അവിടെയാണ് പ്രശ്നം. മനസ്സിലായോ? പിന്നെ പ്രസംഗിച്ചത് ആരാ? സമസ്തയിലെ ഏക വഹാബി, മുഷാവറയിലുള്ള ഏക വഹാബി നദ്വി. ഒരുപാട് വഹാബി കുട്ടികളെ ആദർശത്തിൽ നിന്ന് വ്യതിചലിപ്പിച്ചിട്ട് ഇറക്കിയ ആള്. നമ്മളെ അസ്കറായി പെട്ടതാണ്. പിന്നെ കാസിമി പറഞ്ഞ മുഹമ്മദ് ബഹബൂരൊക്കെ ആയിപ്പെട്ട ആളാണ്. അങ്ങനെ ഒരുപാട് വഹാബികളെ വാഴ്ത്ത ആളുകളെ ഇറക്കിയ ആളാണ്. മൂപ്പരെന്താ പ്രസംഗിച്ചത്? മൂപ്പര് പ്രസംഗിച്ച് മൂസാ നബി ഏൽപ്പിച്ചു പോയപ്പോൾ ഹാറൂൻ നബിനെ ഏൽപ്പിച്ച് മൂസാ നബി തിരിച്ചു വന്നപ്പോൾ ആളുകളൊക്കെ വഴി തെറ്റിയിട്ടുണ്ട്. ഒന്ന്. രണ്ടാമത്തെ പിന്നെ എന്താ മൂപ്പര് പറഞ്ഞത്? റസൂലിൻ്റെ കാലത്ത് ഒരു പള്ളി ഉണ്ടാക്കി. ആ പള്ളി റസൂൽ ഖുറാനിൽ കൂടി അള്ളാഹ് ചുടാനാണ് പറഞ്ഞതെന്ന്. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ആദർശത്തിന് വ്യതിയാനം സംഭവിച്ച ആളുകളെ ചുടണം എന്നാണ് മൂപ്പര് പറയുന്നത്. മൂപ്പരൊക്കെ സംസാരം കറക്റ്റാണ്. അത് ആർക്കാണെന്നും കൂടി മൂപ്പര് പറയണേ. ആർക്കാണ് ആദർശ വ്യതിയാനം സംഭവിച്ചത്? തങ്ങന്മാർക്ക് സംഭവിച്ചണോ? അത് പരിശോധിക്കണോ? അല്ലെങ്കിൽ സമസ്ത മുഷാവറയിലുള്ള വൈസ് പ്രസിഡന്റിന് സംഭവിച്ചണോ? അത് പരിശോധിക്കണോ? അങ്ങനെ വ്യതിയാനം സംഭവിച്ചവർക്ക് ആർക്കാണ്? അവരെയാണ് ചുടാൻ പറഞ്ഞത് മൂപ്പര്. അവരെയാണ് മൂപ്പര് വിമർശിച്ചത്. അപ്പം സ്വയം പ്രസംഗങ്ങൾ കേൾക്കുക. രാത്രി ഒന്നുകൂടി കിടന്നുറങ്ങുമ്പോൾ ഇയർഫോണൊക്കെ വെച്ച് ഞാൻ എന്താ അവിടെ പോയി പറഞ്ഞത്, ഇതിൽ നിന്ന് ആരാണ് ഇത് വെച്ച് പോയതെന്നൊന്ന് ചിന്തിക്കുക. അത്രേ പറയാനുള്ളൂ. കഴിഞ്ഞിട്ടില്ല. പിന്നെ ആരെ പ്രസംഗിച്ചത്? മറ്റേ അബ്ദുസമദ് പൂക്കട്ടൂർ എന്താ പറഞ്ഞത്? ഓരോ കാര്യവും അതിൻ്റെ ഭരണഘടന വായിക്കുമ്പോഴും ഈ കമ്മിറ്റിയെ ഏൽപ്പിച്ചു. ആരെ ഏൽപ്പിച്ചു? അത് പറയണില്ല. സമസ്ത ഏൽപ്പിച്ചതാണ്. സമസ്തക്ക് പിരിച്ചുവിടാനുള്ള അർഹത ഉണ്ട്. കമ്മിറ്റിയെ പിരിച്ചുവിടാനുള്ള അർഹത ഉണ്ട്. മാറ്റാനുള്ള അർഹത ഉണ്ട്. സമസ്തയോട് ചോദിക്കണം. ഇതൊക്കെ അതിലുണ്ട്. ഈ കമ്മിറ്റിയെ ഏൽപ്പിച്ചു എന്നാ പറയുന്നത്. ആ കമ്മിറ്റിയെ ഏൽപ്പിച്ചത് സമസ്തയാണ്. ആ സമസ്തക്ക് അത് കുടിക്കാനും നീക്കാനും ഉള്ള അർഹത ഉണ്ട്. അതാണ് പറഞ്ഞത്. പിന്നെ 100% ലീഗിന്റെ പരിപാടിയാണ് അവിടെ നടന്നത്. ചന്ദ്രികന്റെ ഉദ്ഘാടിക്കലും ലീഗിന്റെ പരിപാടിയും ഉറപ്പല്ലേ? അവിടെ എവിടെയാണ് സുന്നത്ത് ജമാഅത്തിന്റെ മക്കളുള്ളത്? നിങ്ങളെ കാണാൻ വന്ന ആളും കൂടുതൽ ആളുകൾ കേൾക്കുന്നുണ്ട്. നിങ്ങൾ തന്നെ പറഞ്ഞു, നിങ്ങളെ തൊള്ളോണ്ട് പറഞ്ഞു. എന്താണ് കേൾക്കുന്നത്? വരാൻ പറ്റായിട്ടല്ല, സുന്നത്തിന്റെ ജമാഅത്തിന്റെ മക്കളാണ് പുറത്തുനിന്ന് കേൾക്കുന്നത്. അത് നിങ്ങൾ മനസ്സിലായോ? ലീഗിന്റെ പരിപാടിയാണ് അവിടെ വെച്ചത്. ലീഗ് ഈ സ്ഥാപനങ്ങൾ കുടുങ്ങുന്നുണ്ട് എന്നുള്ളതിന്റെ അർത്ഥമാണ്. പിന്നെ നിങ്ങളെ പലിശക്കാരൻ അമീദ് മാസ്റ്റർ ഇല്ലല്ലോ, ഏണ്ട പോയി? എൻ്റെ സ്റ്റേജിലും പുറത്തൊന്നും കണ്ടില്ല. എങ്ങോട്ട് പോയി അമീദ് മാസ്റ്റർ? അതെന്താ അമീദ് മാസ്റ്റർ നിങ്ങൾ കൊണ്ടുവരാഞ്ഞ്? നിങ്ങൾ പൈതൃകം നഷ്ടപ്പെടുമെന്ന് വിചാരിച്ചോ? പലിശൻ്റെ തലപ്പത്തിരിക്കണ അമീദ് മാസ്റ്റർ സ്റ്റേജിൽ ഉണ്ടായിരിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ പ്രസംഗിക്കുകയാണെങ്കിൽ പൈതൃകത്തിന് ബാധിക്കുമെന്ന് വിചാരിച്ചിട്ട് മാറ്റി നിർത്തപ്പെട്ടത്. നമുക്ക് തിരിയും. മനസ്സിലായോ?
അതുകൊണ്ട് തന്നെയാണ് വിമർശനം ഉന്നയിച്ചത്, വ്യക്തമായിട്ട് വിമർശനം ഉന്നയിച്ചത് അതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ അതൊക്കെ അവിടെ വെച്ചാൽ പിന്നെന്താ നാസർ ഫൈസി കൂടത്തായി പറഞ്ഞത്? നാസർ ഫൈസി കൂടത്തായിൻ്റെ പ്രസംഗം മാത്രം മതി നമുക്ക് എടുത്തു നോക്കാൻ. എന്താ പറഞ്ഞത്? എവിടെയാണ് ആദർശ പരിപാടി, മുജാഹിദിൻ്റെ ആദർശ പരിപാടിയിൽ തങ്ങന്മാർ പങ്കെടുത്തതെന്ന്? എത്രണ്ണം നിങ്ങൾക്ക് തങ്ങന്മാർ ആദർശ പരിപാടിയിൽ പങ്കെടുത്തത്? ജമാഅത്തെ ഇസ്ലാമിൻ്റെ പരിപാടിയിൽ പങ്കെടുത്തത്, പിന്നെ മുജാഹിദിൻ്റെ ആദർശ പരിപാടിയിൽ, ഖാദിയാനികളെ പരിപാടിയിൽ, തബ്ലീഗ് ജമാഅത്തിൻ്റെ പരിപാടിയിൽ, ഇതിലൊക്കെ പങ്കെടുത്തില്ല. എന്നിട്ട് എവിടെ പങ്കെടുത്തതെന്ന്? ഇതൊക്കെ എല്ലാവരും കണ്ടതുമാണ് കേട്ടതുമാണ്, എല്ലാവർക്കും അറിയണ കാര്യമാണ്. പിന്നെ പറഞ്ഞത് കല്യാണം ഇവിടെ ധൂർത്തായിട്ട് നടത്തിയതെന്ന്. പിന്നെന്താ ബഷീർ അലി തങ്ങളെ മോൻ്റെ കല്യാണം എങ്ങനെയാണ് സിനിമ പാട്ടിട്ടാണ്ടല്ലേ ചാടിയത്? അതൊരു സത്യമല്ലേ? ഈ നാസർ ഫൈസി കൂടത്തായി പ്രസംഗിച്ച പ്രസംഗം മുഴുവൻ അത് സത്യമാണ്. അത് എവിടെയെന്ന് ചോദിച്ചാൽ ഞങ്ങൾ വേണമെങ്കിൽ കാണിച്ചു തരാം നിങ്ങൾക്ക്. നിങ്ങളെ വാട്സാപ്പ് നമ്പറിൽ നമ്മൾ വിട്ടുതരാം. അതൊക്കെ ഇസ്ലാമിനെതിരായിട്ടും ആദർശത്തിനെതിരായിട്ടും സുന്നത്ത് ജമാഅത്തിനെതിരായിട്ടും തന്നെയാണ്. അതാണ് നമ്മൾ പറഞ്ഞത്. മനസ്സിലായോ? നിങ്ങൾക്ക് പ്രസംഗിക്കാം, അതില്ല എന്ന് പറയാം. ഇവിടെ രണ്ട് കാര്യങ്ങളാണ് ചോദിച്ചത്. ഒന്ന്, അസ്കർ അലി ഫൈസിനെ എന്തിനാണ് പുറത്താക്കിയത് എന്നുള്ളതാണ് ചോദ്യം. അതിന് ഉത്തരം പറഞ്ഞത് എല്ലാ വർഷവും ഇതുമാതിരി ആളുകൾ ഒഴിവാക്കലുണ്ട്, അതുകൊണ്ടാണ് ഒഴിവാക്കിയത്, അസ്കർ അലി ഫൈസി ഉസ്താദിനെ ഒഴിവാക്കിയതെന്നാണ് പറഞ്ഞത്. 11 മുഷാവറാംഗങ്ങളുണ്ട് ജാമ്യൻ്റെ ഇതിലെന്ന് പറഞ്ഞിട്ട് അബ്ദുസമദ് പൂക്കോട്ടൂർ എണ്ണിയത് 10 ആൾക്കാരെണ്ണി. 11ാമത്തെ ആൾ മരിച്ചിക്കണമെന്നാണ് പറഞ്ഞത്. പിന്നെ ഉള്ളത് അസ്കർ അലി ഫൈസിയാണ്. ആ അസ്കർ അലി ഫൈസി ഉസ്താദിനാണ് ഒഴിവാക്കിയത്. പിന്നെ ഇതിൻ്റെ കമ്മിറ്റി നിലനിർത്താനും അത് പിരിച്ചുവിടാനും സമസ്തക്ക് അതിനുള്ള അധികാരമുണ്ട്. അതുതന്നെയാണ് ആര് പറഞ്ഞ അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് ചാളാരിയിലും ഇവിടെയും പറഞ്ഞത്, പെരിന്തൽമണ്ണയിലും പറഞ്ഞത്. അതിൻ്റെ അധികാരം സമസ്തക്ക് ഉണ്ട്. അത് നമ്മൾ മുഷാവറ വരുമ്പോൾ ഇൻഷാ അള്ളാഹ് നമുക്ക് കാണാമെന്നാണ് പറഞ്ഞത്. അതവിടെ കട്ടെ. പിന്നെ പോലെ വിമർശിച്ച എന്തിനാണ് നിങ്ങൾ സമ്മേളനം വെച്ചതെന്ന്. സമ്മേളനം വെച്ചത് ആരാന്ന് പറഞ്ഞിട്ടുണ്ട്. ആരാ വെച്ചത്? സമ്മേളനം വെച്ചത് ഉസ്താദ് പഠിപ്പിച്ച, ഉസ്താദ് ഈ 4 കൊല്ലം മാത്രമല്ല പഠിപ്പിച്ചിട്ടുണ്ട്, 10-60 വയസ്സ് ഉസ്താദിന് ആയിക്കണം. 10-65 വയസ്സായി ഉണ്ടാവും. അതിൽ 40-50 വർഷം പള്ളി ദർസുകളിൽ ഉസ്താദ് പഠിപ്പിച്ചിട്ടുണ്ട്. അതിൽ പഠിച്ച കുട്ടികളാണ് പ്രതിഷേധ പരിപാടി വെച്ചത്. അതിൻ്റെ സമാജിയാണ് പരിപാടി വെച്ചത്. അല്ലാതെ ജാമ്യയിൽ ഇവിടുന്ന് പഠിച്ചിറങ്ങി പൈസമാരുണ്ടാവും, ഉസ്താദിന് ശിഷ്യന്മാർ, അവരാണ് പരിപാടി വെച്ചത്. പിന്നെ ആരാണ് തെറ്റിച്ചത് എന്നാണ് ചോദിച്ചത്. ആരാ 2 വട്ടം പരിപാടി വെച്ചത്? അബ്ദുസമദ് പൂക്കോട്ടൂരും ഈ ഓണം പള്ളിയും ഈ നാസർ ഫൈസി കൂടത്തായും കൂടിയാണ്ടാണ് 2 വട്ടം കുർവാ സംഘ പരിപാടി വെച്ചത്. അതിനെതിരെ സമസ്തക്കെതിരാണ് വെച്ചത്. സമസ്തൻ്റെ ലേബിൾ പറഞ്ഞാണ്ട് സമസ്തക്കെതിരെ പരിപാടി വെച്ച ആൾക്കാരാണ്. എന്നിട്ട് ഇപ്പോൾ വിമർശിക്കുന്നത് നിങ്ങൾ വെച്ച് ജാമ്യക്കെതിരെ വെച്ചെന്നല്ല, ആ കമ്മിറ്റി എടുത്ത നടപടിക്കെതിരെ ചോദ്യം ചെയ്തതാണ്. അത് ചോദിക്കാനുള്ള അർഹത ഉണ്ട്. അപ്പം പറയണേ നിങ്ങൾക്ക് സമസ്തയോട് ചോദിച്ചൂടെ, അല്ലെങ്കിൽ കമ്മിറ്റിയോട് ചോദിച്ചൂടെ എന്നാണ് പറഞ്ഞത്. അത് ആരോട് ചോദിക്കണം എന്നുള്ളത് ഞങ്ങളവിടെ പറഞ്ഞിട്ടുണ്ട്. അത് മുഷാവറ തീരുമാനം അതവിടെ വെച്ച്. പിന്നെ മുസ്തഫൽ ഫൈസിയെ ഞങ്ങൾ പുറത്താക്കിയിട്ട് എവിടെ സ്റ്റേജിൽ കൊണ്ടുവന്നത്? നിങ്ങളല്ലേ സുന്നിമാലിൻ്റെ പരിപാടിക്ക് കൊണ്ടുവന്നത്? എന്നിട്ട് പറയണം അത് ഞങ്ങൾ ആദ്യം തീരുമാനിച്ചുകൊണ്ട് കൊണ്ടുവന്നാണ്, പിന്നെ ഞങ്ങൾ കൊണ്ടുവന്നിട്ടില്ല. ആരാണ് സമസ്തക്കെതിരെ പരിപാടി വെച്ച്? നിങ്ങൾ എത്ര വർഷം വെച്ചു? 2 വർഷം. ചെറിയതില്ലാത്ത മുട്ടും കൈ ഇല്ലാത്തവനെ കളിയാക്കിയത്. 2 വട്ടങ്ങൾ പരിപാടി വെച്ച് സമസ്തക്കെതിരെ വെച്ച് സമസ്ത പുറത്താക്കിയ വാഫി മറ്റേ അക്കീം മൗലവിനെ, ആ മൗലവിൻ്റെ കൂടെ ഇരുന്നാണ്ട് മിഞ്ഞാന്നും സ്വാദിഖലി തങ്ങൾ പരിപാടി ഉദ്ഘാടിച്ച് നമ്മൾ കണ്ടതാണ്. സമസ്ത പങ്കെടുക്കരുത്, പുറത്താക്കിയതാണ് എന്ന് പറഞ്ഞ ആ വാഫിൻ്റെ ആ മൗലവിനെ അതിൻ്റെ കൂടുതൽ നിയമം തെറ്റിച്ചാണ് പങ്കെടുത്തങ്ങളാണ്. വാഫി കോളേജിൻ്റെ CICയെ സമസ്ത തള്ളിയതാണ്. നിങ്ങളിപ്പോഴും കൂട്ടുപിടിച്ചിരിക്കണം. ആരാണ് സമസ്തക്ക് അനുകൂലമായിട്ടും സമസ്തക്ക് ഇതായിട്ട് നിൽക്കണമെന്ന് കേൾക്കുന്ന ജനങ്ങൾക്കറിയും. നിങ്ങളവിടെ സ്റ്റേജ് കെട്ടിയാണ്ട് പൊട്ടത്തരം വിളിച്ചു പറയരുത്. പിന്നെ പക്ക അത് ലീഗിൻ്റെ പരിപാടി തന്നെയാണ്, 100% ലീഗിൻ്റെ പരിപാടിയാണ്.